പാടം 6 കിണറ്റിൽ വീണ പൂച്ചയെ എങ്ങനെ രക്ഷിക്കാം? പഠിച്ചിരുന്നാടേ? ഇല്ല. പുതിയ പാടോ? ഓ. ഏത്? കിണറ്റിൽ വീണ പൂച്ചയെ എങ്ങനെ കയറ്റാം? കിണറ്റിൽ വീണ പൂച്ച എങ്ങനെ കയറ്റാം? അങ്ങനെ പാടോട്ടാ? പിന്നെ നോക്കട്ടെ ഇവിടെ. ശരി തന്നല്ലോ. കിണറ്റിൽ വീണ പൂച്ചയെ എങ്ങനെ കയറ്റാം? നിങ്ങളെയൊക്കെ ഒരു ഭാഗ്യം തന്നെ. നമ്മളൊക്കെ പഠിപ്പിച്ചപ്പോഴും ഉണ്ടായിരുന്നു പാടങ്ങൾ. നഞ്ചിയമ്മയുടെ പാട്ട് കലക്കാത്ത സന്തവര. ഇത് അയ്യപ്പനും കോശിയിലെ പാട്ടല്ലേ? നിങ്ങൾക്കൊക്കെ ഇത് പഠിക്കാനുണ്ടോ? അടിപൊളി. നമുക്കും ഉണ്ടായിരുന്നടേ കുറേ പാട്ടും പാടങ്ങളും ഒക്കെ. നിങ്ങളെയൊക്കെ ഭാഗ്യം തന്നെ. മാം പഠിച്ചപ്പോഴൊന്നും ഇങ്ങനത്തെ പാട്ടൊന്നും ഇല്ലായിരുന്നു. നമ്മൾ പഠിച്ചപ്പോൾ ഇങ്ങനത്തെ പാട്ടൊന്നും ഇല്ലേ? സിനിമ പാട്ടൊന്നും ഇല്ലേ? സിനിമയുടെ പേര് പറയുമ്പോൾ തന്നെ സാറന്മാർ ഓട്ടിക്കും. നമ്മൾ പഠിച്ചപ്പോൾ ഉണ്ടായിരുന്നതേ കുറേ സിന്ധു നടിയുടെ സംസാരവും കുറേ പാട്ടും എല്ലാം. സിന്ധു ആൻറ്റിയോ? മാമൻ്റെ കൂടെ പഠിച്ച ശശിയാമൻ്റെ മോള് സിന്ധു ആൻറ്റിയോ? അതൊരു പാഠമായിരുന്നു, നമ്മൾ പഠിക്കാനുള്ള പാഠമായിരുന്നു, അല്ലാതെ നിന്റെ സിന്ധു ആൻറ്റി ഒന്നും അല്ല. മാമൻ പണ്ട് പഠിക്കാൻ പോയപ്പോ സിന്ധു ആൻറ്റി ആയിട്ടുള്ള കഥകളൊക്കെ നമുക്ക് അറിയാം. അങ്ങനെയൊന്നുമില്ലായിരുന്നു. നിന്റെ അടുത്ത് നിന്ന് കഥയൊക്കെ ആര് പറഞ്ഞു തന്നത്? അത് ഞാൻ അമ്മയോട് അയൽക്കൂട്ടത്തിന് പോയപ്പോ പണ്ടത്തെ കഥകളൊക്കെ ഉഷാൻറ്റി പറയണ ഞാൻ കേട്ടായിരുന്നു. നീ ഇതൊക്കെ വിശ്വസിച്ചാ? ഇതൊക്കെ അവര് പണ്ട് നോണ ഉണ്ടായി പറയണ കുറെ എണ്ണം ഉണ്ടല്ലോ. അയൽക്കൂട്ടം പറഞ്ഞ് തൊഴിലുറപ്പെന്ന് പറഞ്ഞ് നടക്കണം. മണ്ടയില്ലാത്ത തെങ്ങിന് തടമെടുക്കാൻ വരട്ടെ. ആ ക്രിമിനൽ വിഷയമല്ലേ ഇതൊക്കെ പറഞ്ഞത്? അതൊക്കെ പണ്ട് നമ്മൾ അയൽ പഠിക്കുന്ന സമയത്ത് അതൊക്കെ ബിയിൽ ആ ബാഗ് വെച്ചിരുന്ന് അവിടെ ഇരുന്ന് കാണിക്കുന്ന വേലകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. വരട്ടെ നീ മണ്ടയില്ലാത്ത തെങ്ങിന് തടം എടുക്കാൻ. നീ ഇതൊക്കെ കേട്ടങ്ങ് വിശ്വസിച്ചാ? സിന്ധു നദി സംസ്കാരമൊന്നും അല്ലായിരുന്നു. ഇത് മാമന് സിന്ധു ആൻറ്റി കുളത്തിൻ്റെ അക്കരയിരുന്നുള്ള സംസാരമായിരുന്നു. പിന്നെ പണ്ട് ചോറൊക്കെ കഴിച്ചിട്ട് ഉഷ ആൻറ്റി പാത്രങ്ങളോ കുളത്തിൻ്റെ അവിടെ വന്നപ്പം കണ്ട കാര്യമാണ് പറഞ്ഞത്. നീ ഇതൊക്കെ കേട്ട് അങ്ങ് വിശ്വാസമുണ്ടിരി. നീ ഒരു കാര്യം ചെയ്യും, അതൊക്കെ അവരൊക്കെ പലതും പറയും. നീ കിണറ്റി വീണ പൂച്ച എങ്ങനെയെങ്കിലും കരയെ കയറ്റാൻ നോക്കി. ചുമ്മാ ആവശ്യമില്ലാതെ ഓരോന്ന് പുതിയ പാഠങ്ങളൊക്കെ വന്ന് പുതിയ പുസ്തകങ്ങളൊക്കെ എല്ലാം പഠിക്കാൻ നോക്കും. പെട്ടെന്നോട്ട് പരീക്ഷയ്ക്കൊക്കെ ഫുള്ള് മാർക്ക് വാങ്ങിക്കണം.